ബികോം സ്റ്റുഡൻസിന് 6th സെമസ്റ്ററിൽ പഠിക്കുന്ന ബികോം സ്റ്റുഡൻസിന് ഇൻകം ടാക്സ് GST എന്ന പേപ്പർ ഉണ്ട്. അതിൽ GST എന്ന പോർഷൻസിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. GST എന്താണെന്നുള്ളതും കൃത്യമായിട്ട് എനിക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാവും. ഓക്കെ, എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ കസ്റ്റമറെ കയ്യിൽ നിന്ന് സപ്ലൈ നടക്കുമ്പോൾ, അതായത് സാധനങ്ങളോ സേവനങ്ങളോ അവർക്ക് സപ്ലൈ നടത്തുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യണം. അതായത് ഇവിടെ മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ എന്ന് പറഞ്ഞ പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സെയിൽ നടക്കുന്ന സമയത്ത് കസ്റ്റമറെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഒരു കസ്റ്റമർ ആയിട്ടുള്ള ആൾ, ഞാനോ നിങ്ങളോ ഒക്കെ ഒരു പ്രൊഡക്റ്റ് എവിടെയും പോയി വാങ്ങിക്കാന്ന് വിചാരിക്കാം. കടയിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഏതെങ്കിലും താഴെയുള്ള റീറ്റെയിൽ ഷോപ്പിലോ എവിടെയെങ്കിലും മാർക്കറ്റിലുള്ള റീറ്റെയിൽ ഷോപ്പിനായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അല്ലെ. ഇപ്പൊ ഒരു കസ്റ്റമർ റീറ്റെയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന എവിടുന്നായിരിക്കും? ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നായിരിക്കും. ഈ ഹോൾസെയിൽ ഷോപ്പുകാർ എവിടുന്നായിരിക്കും വാങ്ങിക്കുന്നുണ്ടായിരിക്കുക? ഒരു മാനുഫാക്ചറിലെ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ചെയിൻ ത്രൂ ആണ് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ മാനുഫാക്ചർ നിർമ്മിച്ച ഒരു മൊബൈൽ ഫോൺ അയാൾ സെയിൽ ചെയ്യുന്നത് ഒരു 10,000 രൂപയ്ക്കാണെന്ന് വിചാരിച്ചോ. ഈ 10,000 രൂപയ്ക്ക് വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ് ഹോൾസെയിലറുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോൾസെയിലർ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രോഫിറ്റ് എടുക്കും. അയാൾ ഒരു 15,000 5,000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് 15,000 അയാൾ പ്രൊഡക്റ്റ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 15,000 ഹോൾസെയിലർ റീറ്റെയിൽ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ ഷോപ്പുകാരനും അതുപോലെ തന്നെ പ്രോഫിറ്റ് എടുത്ത് 20,000 കസ്റ്റമർ കയ്യിലേക്ക് പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റിന് മുന്നേ പല രീതിയിലുള്ള ടാക്സുകൾ നിലവിലുണ്ടായിരുന്നു. GST അല്ലാത്ത മറ്റു പല ടാക്സുകളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ടാക്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് GST, വൺ നാഷൻ വൺ ടാക്സ് എന്ന കോൺസെപ്റ്റോട് കൂടി ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പല ടാക്സുകൾ ഉണ്ടായിരുന്ന ആ ടാക്സുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് പകരം GST എന്ന് പറയുന്ന ഒരു ടാക്സ് ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സെല് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു 10% ഈ മൊബൈൽ ഫോണിന് GST എന്ന് വിചാരിക്കുക. എക്സാക്ട് റേറ്റ് അല്ല, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എക്സാമ്പിൾ എടുത്തു. 10% GST റേറ്റ് എന്ന് വിചാരിക്കുക. ഈ 10,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് 2017 ജൂലൈ 1 ശേഷമാണെങ്കിൽ മാനുഫാക്ചറർ ബിസിനസ് സ്ഥാപനമാണ്. അയാൾ GST എന്ത് ചെയ്യണം? അയാളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽ നടക്കുന്ന സമയത്ത് കളക്ട് ചെയ്യണം. 10% എന്ന് പറയുമ്പോൾ 10,000 10% 1,000 രൂപ. 1,000 രൂപ കൂടെ എന്ത് ചെയ്യണം? അയാൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST ആയിട്ട് കളക്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഹോൾസെയിലർ ഒരു ബിസിനസ് സ്ഥാപനമാണല്ലോ. അവരും സപ്ലൈ നടത്തുമ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് 15,000 മുകളിൽ 10%, 1,500 രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. 16,500 ആയിരിക്കും GST അടക്കം അയാളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പുകാരൻ 20,000 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് 10%, 2,000 രൂപ GST കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. 22,000 ആയിരിക്കും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് GST അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്തിനാണ് GST കളക്ട് ചെയ്യുന്നത്? അത് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് ആണ് അല്ലെ. ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST വാങ്ങിയിട്ട് അവർക്ക് യൂസ് ചെയ്യാനുള്ളതല്ല, ഈ GST ഗവൺമെന്റിന് പേയ്മെന്റ് നടത്തണം. ഗവൺമെന്റ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കളക്ട് ചെയ്ത GST, അതായത് നിങ്ങൾ ഓരോ ബിസിനസ് സ്ഥാപനവും അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GSTയെ ഔട്ട്പുട്ട് ടാക്സ് അഥവാ ഔട്ട്പുട്ട് GST എന്ന് വിളിക്കാം. അതായത് GST collected from the customer at the time of supply. സപ്ലൈ നടക്കുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST എന്ന് വിളിക്കാം, ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കാം. ഇപ്പൊ റീറ്റെയിൽ ഷോപ്പുകാരൻ സെയിൽ ചെയ്യുന്ന സമയത്ത്, സപ്ലൈ നടത്തുന്ന സമയത്ത് അയാളുടെ കസ്റ്റമർ ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് 2,000 രൂപ GST കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. 20,000 രൂപയും പ്ലസ് GST ആണ് അയാൾക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ 2,000 രൂപയാണ് ഈ റീറ്റെയിൽ ഷോപ്പുകാരന്റെ ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. 2,000. ഈ ഹോൾസെയിൽ ഷോപ്പുകാരന്റെ ഔട്ട്പുട്ട് GST എത്രയാണ്? അയാൾ വിൽക്കുന്നത് 15,000 GST. അയാളുടെ കസ്റ്റമർ ആരാ? റീറ്റെയിൽ ഷോപ്പുകാരൻ അല്ലെ. അപ്പൊ ഈ ഹോൾസെയിൽ ഷോപ്പുകാരന്റെ കസ്റ്റമർ റീറ്റെയിൽ ഷോപ്പുകാരന്റെ കയ്യിൽ നിന്ന് 1,500 രൂപ കളക്ട് ചെയ്ത GST എന്ന് വിളിക്കും, ഔട്ട്പുട്ട് GST എന്ന് വിളിക്കും. അതേപോലെ മാനുഫാക്ചറും കസ്റ്റമർ ആരാണ്? ഹോൾസെയിലർ ആണ് അല്ലെ.
കളക്ട് ചെയ്ത ജി എസ് ടി എന്ന് വിളിക്കും? ഔട്ട്പുട്ട് ജി എസ് ടി എന്ന് വിളിക്കും. എത്രയാണ് ഔട്ട്പുട്ട് ജി എസ് ടി വരിക? ഇയാൾ 16 രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്. 1000 രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് ജി എസ് ടി കളക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇയാളുടെ ഈ മാനുഫാക്ചറുടെ ഔട്ട്പുട്ട് ജി എസ് ടി അല്ലെ. ഇതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ്, ഇൻപുട്ട് ജി എസ് ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവര് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പൊ റീറ്റെയിൽ ഷോപ്പുകാരെ എവിടുന്നാണ് പർച്ചേസ് ചെയ്തത്? ഈ ഹോൾസെയിൽ ഷോപ്പുകാരുടെ കയ്യിൽ നിന്നാണ് അല്ലെ. ഈ റീറ്റെയിൽ ഷോപ്പുകാരെ ഹോൾസെയിൽ ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് ജി എസ് ടി ആയിട്ട് ഈ ഹോൾസെയിൽ ഷോപ്പുകാരന് കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ പർച്ചേസ് ചെയ്തത് 15,000 രൂപ പ്ലസ് ജി എസ് ടി കൊടുത്തിട്ടാണ്. 15,000 രൂപ പ്ലസ് 1,500 രൂപ കൊടുത്തിട്ടാണ് ജി എസ് ടി കൊടുത്തിട്ടാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, ഹോൾസെയിൽ ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് അല്ലെ. ഈ ഒരു കേസിൽ ഇയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ജി എസ് ടി എന്ന് വിളിക്കും ഇൻപുട്ട് ടാക്സ് അഥവാ ഇൻപുട്ട് ജി എസ് ടി എന്ന് വിളിക്കും. ജി എസ് ടി paid at the time of supply, at the time of purchase. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് നടത്തിയ ജി എസ് ടി എന്ന് വിളിക്കുക ഇൻപുട്ട് ജി എസ് ടി എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു റീറ്റെയിൽ ഷോപ്പുകാരൻ ഹോൾസെയിൽ ഷോപ്പുകാരൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആ സ്ഥിതിക്ക് ആളുടെ ഇൻപുട്ട് ജി എസ് ടി എത്രയാണ്? റീറ്റെയിൽ ഷോപ്പുകാരന്റെ ഇൻപുട്ട് ജി എസ് ടി 15,000 പ്ലസ് 1,500 രൂപയാണ് അവിടെ ജി എസ് ടി കൊടുത്തത് അല്ലെ. അപ്പൊ 1,500 രൂപയാണ് അയാളുടെ ഇൻപുട്ട് ജി എസ് ടി വരുന്നുണ്ടാവുക അല്ലെ. അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പുകാരന്റെ ഇൻപുട്ട് ജി എസ് ടി എത്രയായിരിക്കും വരിക? ഇയാൾ എവിടുന്ന പർച്ചേസ് ചെയ്തിട്ടുള്ളത്? മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് അല്ലെ. 10,000 രൂപ പ്ലസ് ജി എസ് ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹോൾസെയിൽ ഷോപ്പുകാരൻ വാങ്ങിയത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ്. ആ സമയത്ത് എത്ര എമൗണ്ട് മാനുഫാക്ചർക്ക് ജി എസ് ടി ആയിട്ട് കൊടുത്തിട്ടുണ്ടോ ആ എമൗണ്ടിനെയാണ് ഇത് വിളിക്കുക ഇൻപുട്ട് ജി എസ് ടി എന്ന് വിളിക്കുക. അപ്പൊ ഹോൾസെയിൽ ഷോപ്പുകാരൻ ഇൻപുട്ട് ജി എസ് ടി വരുന്നത് 1,000 രൂപയാണ് അല്ലെ. മാനുഫാക്ചർ എന്താണ്? പ്രൊഡക്റ്റ് എവിടെ നിന്ന് വാങ്ങിച്ചതാണോ അയാൾ തന്നെ മാനുഫാക്ചർ ചെയ്താണ്. ഇയാൾക്ക് റോ മെറ്റീരിയൽ വാങ്ങിച്ച പ്രൊഡക്റ്റ്, ഇപ്പൊ മെറ്റീരിയൽസ് ഇയാൾ പലതും വാങ്ങിയിട്ടുണ്ടാവും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. ആ പ്രൊഡക്റ്റിന് മുകളിലൊക്കെ വന്ന് ജി എസ് ടി ആയിട്ട് എന്ത് ചെയ്യാം? ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ സിനാരിയോയിൽ അത് നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇയാളുടെ ഇൻപുട്ട് ജി എസ് ടി ഇപ്പൊ നമുക്ക് തൽക്കാലം 0 ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇയാൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിട്ട് കണക്കാക്കാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ സിനാരിയോയിൽ ഇൻപുട്ട് ജി എസ് ടി 0 ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അങ്ങനെ ഇവരൊക്കെ ഈ കളക്ട് ചെയ്ത് വെച്ച ജി എസ് ടി ഔട്ട്പുട്ട് ആണെന്നും പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ജി എസ് ടി ഇൻപുട്ട് ആണെന്നും പറയാന്നൊക്കെ പറഞ്ഞു. ഇനി ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ജി എസ് ടി എന്താണ്? ജി എസ് ടി പേയബിൾ ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് കൊടുക്കേണ്ട ജി എസ് ടി എന്താണ്? ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ജി എസ് ടി ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ടിൽ നിന്ന്, നിങ്ങളുടെ ഔട്ട്പുട്ട് ജി എസ് ടിയിൽ നിന്ന് ഇൻപുട്ട് ജി എസ് ടി മൈനസ് ചെയ്ത് ലെസ് ചെയ്ത് ബാക്കി വരുന്ന ഫിഗർ ഗവൺമെന്റിന് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ റീറ്റെയിൽ ഷോപ്പ് ഔട്ട്പുട്ട് ജി എസ് ടി എത്ര? 2,000. ഓക്കെ, അയാളുടെ ഇൻപുട്ട് ജി എസ് ടി 1,500 അല്ലെ. 2,000 1,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 500 വരും. ഈ 500 റുപ്പീസ് ആണ് റീറ്റെയിൽ ഷോപ്പുകാരൻ ഗവൺമെന്റിന് കൊടുക്കേണ്ടത്. ഇനി ഈ ഹോൾസെയിൽ ഷോപ്പുകാരൻ എത്ര കൊടുക്കുന്നു ഗവൺമെന്റിലേക്ക്? ഇയാള് ഔട്ട്പുട്ട് എത്രയാ? 1,500 അല്ലെ. ഇയാളുടെ ഇൻപുട്ട് 1000 അല്ലെ. ബാക്കി 500 ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്ത് ബാക്കി വരുന്ന 500 എന്ത് ചെയ്യണം? ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റിന് റീറ്റെയിൽ ഷോപ്പുകാരൻ 500 അടച്ചു, ഹോൾസെയിൽ ഷോപ്പുകാരനും 500 അടച്ചു. ടോട്ടൽ എത്ര കിട്ടി? 1,000 കിട്ടിയല്ലോ ഗവൺമെന്റിന്. ഇനി മാനുഫാക്ചർ ഔട്ട്പുട്ട് ജി എസ് ടി എത്രയാ? 1,000. ഇൻപുട്ട് എത്രയാ? 0 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് 1,000 രൂപ നെറ്റ് ടാക്സ് ഉണ്ടായിരിക്കും. ഈ 1,000 രൂപയാണ് ഈ മാനുഫാക്ചറർ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പൊ ഗവൺമെന്റിന് ടോട്ടൽ 2,000 റുപ്പീസ് ടാക്സ് കിട്ടിയിട്ടുണ്ട്. ഈ 2,000 റുപ്പീസ് ആര് കൊടുത്തതാ? ഈ കസ്റ്റമർ കൊടുത്ത 2,000 രൂപയാണ് ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത്. ഈ 2,000 രൂപയിൽ നിന്നാണ് 500 രൂപ ഗവൺമെന്റിന് പോവുകയും ബാക്കി 1,500 രൂപ ഹോൾസെയിലറുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ആ 1,500 നിന്നാണ് 500 വീണ്ടും ഗവൺമെന്റിലേക്ക് വരികയും 1,000 രൂപ മാനുഫാക്ചർ കയ്യിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ആ 1,000 ആണ് മാനുഫാക്ചർ ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗവൺമെന്റിലേക്ക് കിട്ടിയ 2,000 യഥാർത്ഥത്തിൽ ആര് കൊടുത്തതാണ്? കസ്റ്റമർ കൊടുത്തതാണ്. ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നേരത്തെ 10,000 വിറ്റ ആള് ഇപ്പോഴും വിൽക്കുന്നത് 15,000 ജി എസ് ടി കളക്ട് ചെയ്ത ജി എസ് ടി ഇവിടെ കൊടുത്ത ജി എസ് ടി അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം
അതായത് ഔട്ട്പുട്ട് ജി എസ് ടി ഇൻപുട്ട് ജി എസ് ടിയുമായി അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ജി എസ് ടി എന്താണ്, ഇൻപുട്ട് ജി എസ് ടി എന്നാൽ കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ. പക്ഷെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആൻസർ ചെയ്താൽ നമ്മൾ നോക്കണ്ടേ. ഓക്കെ, ജസ്റ്റ് നോക്കാം. ജി എസ് ടി പേയബിൾ. ജി എസ് ടി പേയബിൾ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ്. ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്ത് കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് ജി എസ് ടി പേയബിൾ ടു ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ചാർജബിൾ ഓൺ ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ദ ടാക്സ് ചാർജബിൾ ഓൺ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ ഔട്ട്വേർഡ് സപ്ലൈ നടത്തുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്? ടാക്സ് പെയ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. അതായത് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സേവനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നും ഇതിനെ പറയും. അതുപോലെ ജി എസ് ടി എന്താണ് എന്നുള്ളത് താഴെ പോയിന്റ് ബൈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജി എസ് ടി എന്താണെന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. ഒന്ന്, ജി എസ് ടി ഈസ് ആൻ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. ജി എസ് ടി എന്നുള്ളത് ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ആണ്. അതായത് ഈ ജി എസ് ടി പേയ്മെന്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആരാണോ ജി എസ് ടി പേയ്മെന്റ് ചെയ്യുന്നത് അവർ ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് ജി എസ് ടി ഒന്നും പേയ്മെന്റ് നടത്തുന്നില്ല. അവർ എന്താണ് ചെയ്യുന്നത്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുമ്പോൾ ജി എസ് ടി പേയ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് കടകളിലാണ് അടയ്ക്കുന്നത്. അത് ഗവൺമെന്റിലേക്ക് ആരാണ് പേയ്മെന്റ് നടത്തുന്നത്? ആ ബിസിനസ് എൻറ്റിറ്റിയാണ്, ആ സ്ഥാപനമാണ്, ആ രജിസ്റ്റേർഡ് പേഴ്സൺ. ജി എസ് ടിയിലെ നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് അത് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ആണ്. ജി എസ് ടി ഈസ് ആൻ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ്, ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺ. ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ വിൽ കളക്ട് ദ ജി എസ് ടി. അവർ ജി എസ് ടി കളക്ട് ചെയ്യും ഫ്രം ദ കസ്റ്റമർ, അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന് വേണ്ടിയിട്ട്. ഒരിക്കൽ കൂടെ പറയാം, ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺ വിൽ കളക്ട് ദ ജി എസ് ടി ഫ്രം ദ കസ്റ്റമർ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്. ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺസ് ജി എസ് ടി കളക്ട് ചെയ്യും അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന് വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ്, ദ എൻഡ് കസ്റ്റമർ. ദ എൻഡ് കസ്റ്റമർ ഈസ് അൾട്ടിമേറ്റ്ലി ബിയേഴ്സ് ദ കോസ്റ്റ് എന്നാണ് പറയാം. ദ എൻഡ് കസ്റ്റമർ, ആരാണ് എൻഡ് കസ്റ്റമർ? അവസാനം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ആളാരാണോ അയാളാണ് എൻഡ് കസ്റ്റമർ അല്ലെ. അവസാനത്തെ കസ്റ്റമർ ആരാണോ അയാളാണ് ഇതിന്റെ കോസ്റ്റ് വഹിക്കുന്നത്. ഈസ് അൾട്ടിമേറ്റ്ലി ബിയേഴ്സ് ദ കോസ്റ്റ് എന്നാണ്. അതായത് ടാക്സ് അടയ്ക്കുന്നത് ശരിക്കും ആരാ? ഏറ്റവും അവസാനം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വാങ്ങിക്കുന്ന ആൾ. ബിസിനസ് സ്ഥാപനങ്ങൾ ആരെങ്കിലും ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അവരുടെ പണമല്ല, ആരുടെ പണമാണ്? ഇത് ഉപയോഗിക്കാൻ വാങ്ങിച്ച ആളുടെ പണമാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, പബ്ലിക് ആയിട്ടുള്ള എൻഡ് കസ്റ്റമേഴ്സ് ആണ്, സാധാരണ ജനങ്ങളാണ് ഈ ജി എസ് ടിയുടെ കോസ്റ്റ് വഹിക്കുന്നത്. ജി എസ് ടി ഈസ് ലെവിഡ് അറ്റ് എവറി പോയിന്റ് ഓഫ് സപ്ലൈ. ഒരു സപ്ലൈയുടെ എല്ലാ പോയിന്റ് ഓഫ് ടൈമിലും എന്തുണ്ടാവും? ജി എസ് ടി അപ്ലിക്കബിൾ ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടു, ഒരു ബിസിനസ് സ്ഥാപനം വേറെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് സെയിൽ നടത്തുകയാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം കസ്റ്റമർക്ക് സെയിൽ നടത്തുകയാണെങ്കിലും ഒക്കെ എന്താണ്? ജി എസ് ടി അപ്ലിക്കബിൾ ആണ്. അത് ഏത് രീതിയിൽ നടത്തുകയാണെങ്കിലും ആർക്ക് നടത്തുകയാണെങ്കിലും ഒക്കെ എന്താണ്? ഏത് പോയിന്റ് ഓഫ് സപ്ലൈയിലും എന്താണ്? ജി എസ് ടി അപ്ലിക്കബിൾ ആണ്. ജി എസ് ടി ഈസ് പാർട്ട് ഓഫ് ഐഡിയ ഓഫ് വൺ നാഷൻ വൺ ടാക്സ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നാഷൻ ഒരു ടാക്സ് എന്നുള്ള കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് ആണ് ജി എസ് ടി എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻസ് എക്സാമിന് കവർ അപ്പ് ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ജി എസ് ടിയുടെ പോർഷൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ജി എസ് ടിയുടെ പോർഷൻസ്, അതായത് ഇൻഡസ്ട്രിയൽ സപ്ലൈ എന്താണ്, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്താണ്, അതുപോലെ IGST, CGST, SGST ഒക്കെ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പോർഷൻസിൽ അല്ലെങ്കിൽ ജി എസ് ടി നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.